ഇടവക വിശ്വാസികൾ മുഴുവൻ നോക്കി നിൽക്കെ തിരുവോസ്തി മാംസരൂപമായി മാറിയ ആഗ്നയുടെ പിതാവാണ് ഇന്ന് ഗുഡ്നസ് ടിവിയോടൊപ്പമുള്ളത്. പറയൂ, എന്തായിരുന്നു ആ ഒരു നിമിഷം? കാരണം ഇടവകയിലെ എല്ലാ ജനങ്ങളും നോക്കി നിൽക്കുകയാണ്. താങ്കളുടെ മകളുടെ നാവിലെ വിശുദ്ധ കുർബാന മാംസരൂപമായി മാറിയത്, അതും 3 തവണ. 21-ാം തീയതി ആയിരുന്നു ആദ്യം. അതിനുശേഷം മകളുടെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? മകളുടെ പ്രതികരണം ആദ്യത്തെ അവക്കൊരു ഷോക്ക് പോലെ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. അത് എന്താണ് സംഭവിച്ചേക്കണെന്ന് പറയാം. കാരണം കയ്യിലൊരു തിരുവോസ്തിയിൽ നിന്നും ബ്ലഡ് അടുത്ത കയ്യിലേക്ക് ഒഴുകി വീഴുന്ന ഇതാണ് കണ്ടത്. അപ്പോൾ തിരുവോസ്തിയിൽ ബ്ലഡ് ഉണ്ടായിരുന്നു, അടുത്ത കയ്യിലേക്ക് ഒരു ഡ്രോപ്പ് ആയിട്ട് വീഴുന്നു. അങ്ങനെ അത് കണ്ട് പെട്ടെന്ന് തന്നെ അടുത്തിരിക്കുന്ന ഒരു കുട്ടിയെ കാണിച്ച്, അടുത്ത് കഴിഞ്ഞപ്പോൾ അവരെ കാറ്റഗിസം ടീച്ചർ ഉണ്ടായിരുന്നു, കാറ്റഗിസം ടീച്ചറിനെ കാണിച്ച്, അച്ഛമ്മനെ കാണിച്ച്, അത് കഴിഞ്ഞപ്പോൾ അച്ഛൻ കുർബാന കുട്ടികൾക്ക് ആദ്യം കുർബാന കൊടുത്തു കഴിഞ്ഞ് ബേക്കിൽ മുതിർന്നവർക്ക് കുർബാന കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനെ തിരിച്ചു വന്നപ്പോൾ അച്ഛനെ കാണിച്ചു. വേഗം അച്ഛൻ അത് വന്ന് കണ്ട് ആ ഒരു ആശ്ചര്യത്തിൽ അച്ഛനും വളരെ എല്ലാവരും വേറൊരു ഇതിലേക്കായിപ്പോയി. പിന്നെ അപ്പോൾ തന്നെ അത് വേറെ അച്ഛൻ അവിടെ നിന്നൊരു ഇതെടുത്ത് അതിനകത്തേക്ക് വെച്ച് തളികയിൽ വെച്ച് നമ്മുടെ ആൽത്താരയിൽ കൊണ്ടുവന്ന് എല്ലാവരെയും അത് കാണുകയും എല്ലാവരും അത് വണങ്ങി എല്ലാവരും അങ്ങനെ പോയി. പിന്നെ അത് കഴിഞ്ഞ് ഇവർക്ക് എല്ലാവരും ഒരു കരച്ചിലിൻ്റെയും ഒരു ഉള്ളിൽ നിന്നൊരു ഇതുണ്ടല്ലോ, സങ്കടമല്ല, വേറൊരു ഇത് ഓട്ടോമാറ്റിക്കലി വന്നു. ഒരു തവണയല്ല 3 തവണയാണ് വിശുദ്ധ കുർബാന രക്തരൂപത്തിലേക്ക് മാറിയത്. ഇത് കഴിഞ്ഞപ്പം കുട്ടിയുടെ ഒരു മനോഭാവം എന്തായിരുന്നു വീട്ടിൽ വന്നപ്പോൾ? അവർക്ക് വേറെ പ്രത്യേകിച്ചൊരു മാറ്റങ്ങളായിട്ട് അങ്ങനെ തോന്നുന്നു. എന്നാലും അവർക്കൊരു മനസ്സിലൊരു ഉത്കണ്ഠ ഉണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് നമ്മളുടെ ഈ ഒരു ഇതിങ്ങനെ കാണിക്കുന്നത് എന്നുള്ളത്. പിന്നെ ആ ഒരു സങ്കടവും ഇതും വിഷമവും ഉണ്ടായി. പിന്നെ അവള് നമ്മളെ പോലെ പിന്നീട് അത് നോർമൽ ഇതിലേക്ക് മാറി. പിന്നെ പിറ്റേ ഞായറാഴ്ച ഇതേപോലെ തന്നെ അവൾ ആദ്യത്തെ കുർബാനക്ക് രണ്ടാമത്തെ ഇതിന് ആദ്യം 8 മണിക്ക് കാറ്റഗിസം കഴിഞ്ഞ് അടുത്ത കുർബാന ഇത് വന്ന് കുർബാന ഇതേപോലെ കയ്യിൽ വാങ്ങി അതെടുത്ത് നാവിൽ വെച്ച് ഇത് കഴിഞ്ഞപ്പോൾ അവർക്ക് അന്ന് ബ്ലഡിൻ്റെ ഒരു ഇത് അത് കയ്യിലായിരുന്ന ബ്ലഡ് കഴുകി കളയാൻ പറ്റില്ല. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞ് പയ്യെ നാവിൽ ഇതായിട്ട് അത് കഴിഞ്ഞിട്ട് കഴിയാൻ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു നാവിൻ്റെ ഒരു ബ്ലഡിൻ്റെ ഇതും അങ്ങനെ ഒരു ഉള്ളിലൊരു കുളിർമ പോലെ ഒരു ഫീലിംഗ് അത് പുള്ളിക്ക് അനുഭവപ്പെട്ടു. അങ്ങനെ ഉണ്ടായപ്പോൾ അന്ന് ഇതേപോലെ തന്നെ വേറൊരു കുട്ടിയായിരുന്നു അടുത്തിരുന്നത്. അപ്പോൾ ആ കുട്ടീനോട് ഇങ്ങനെ നാവിൽ എന്തെല്ലാം ഉണ്ടാകുന്ന ഉള്ളത് നമ്മൾ കാണിക്കുമല്ലോ, അതേപോലെ നോക്കിയപ്പോൾ അതും അന്നും നല്ല രീതിയിൽ ബ്ലഡ് നാവിൽ ആ തിരുവോസ്തി രക്തമായും ഇതുമായി മാറിയിരുന്നു. എന്നും പ്രാർത്ഥിക്കുന്ന ഭക്തിയുള്ള എന്നും പള്ളി വരുന്ന കുട്ടിയാണോ ആജ്ഞ? എന്നും എന്ന് പറയാൻ പറ്റില്ല. അവർക്ക് ഇത് വരാൻ പറ്റിയ അവർ വരും. പക്ഷേ കൂടുതലും ഇപ്പോഴായി പിന്നെ 10ലേക്കാണ്, ഇപ്പോൾ കാലത്തെ ക്ലാസ് ഉണ്ട്. അപ്പോൾ അത് കാരണം പള്ളിയിൽ വരാൻ അവർക്ക് നേരം കിട്ടാറില്ല കൂടുതലും. പിന്നെ മുടക്ക് ദിവസങ്ങളാണെങ്കിൽ വരാൻ നോക്കാറുണ്ട്. അങ്ങനെ അത് പിന്നെ പ്രാർത്ഥന അവരുടെ സ്കൂളിലെ പ്രാർത്ഥനയൊക്കെ അവൾ ചൊല്ലിക്കൊടുത്തിട്ടാണ് പ്രയറും ഇതെല്ലാം ഇവള് തന്നെ ചെയ്യുന്നത്. സ്കൂളിലെ മതപരമായ പ്രാർത്ഥനകളിലൊക്കെ നേതൃത്വം കൊടുക്കുന്നത് ആജ്ഞാണ്. അത് നേതൃത്വം കൊടുക്കുന്ന അവളാണ് ഇപ്പോൾ അവിടെ. ഇതിന് ശേഷം വീട്ടിലെ പ്രാർത്ഥനകളൊക്കെ എങ്ങനെയായിരുന്നു? നമ്മൾ സാധാരണ നോർമൽ ഒരു വീടുകളിൽ ചെല്ലുന്ന പോലെ തന്നെ അവളും വേറെ ഇതൊന്നുമില്ല. അത് കഴിഞ്ഞിട്ടും നമുക്ക് സാധാരണ നമ്മുടെ ജീവിത രീതിയിലേക്ക് തന്നെയുള്ള അവർക്ക് മാറ്റം, വേറെ പ്രത്യേകിച്ച് ഒരു മാറ്റങ്ങളൊന്നുമില്ല ഇപ്പോഴും. സാധാരണക്കാരായിട്ടുള്ള വ്യക്തിക്കാണ്, ആഗ്നയെ പോലുള്ള ഒരു സാധാരണ കുട്ടിക്കാണ് ഇങ്ങനെ ഒരു അത്ഭുതം നടന്നിരിക്കുന്നത്. പക്ഷേ പല സ്ഥലങ്ങളിൽ നിന്നും കോളുകൾ വരുന്നു, വാർത്തകൾ വരുന്നു. ഈ ഒരു അവസരം എങ്ങനെയാണ് മാതാപിതാക്കൾ എന്ന രീതിയിൽ നിങ്ങൾ അത് ഈ ഒരു ഘട്ടത്തിലൂടെ എങ്ങനെയാണ് ഈ ഒരു ഘട്ടത്തിലൂടെ കടന്നു വെച്ചാൽ ഇപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ തന്നെ അറിയുന്നില്ല. ഓരോരുത്തർ നമ്മളെ വിളിക്കുന്നത് എന്തിനാ വിളിക്കുന്നത്, ഇവർ അത്ഭുതം കൊണ്ട് അറിഞ്ഞു ഞങ്ങൾ വിളിക്കുന്നതൊക്കെ പറയുന്നത്. ഇപ്പോൾ എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നത് ഞാൻ പറയാന്ന് വെച്ചാൽ ഏതോ ഒരു ഇത് യൂട്യൂബ് ഇതിലേക്കുള്ളതാണ്. അപ്പം അത് നമ്മളോട് ചോദിച്ച് കാര്യങ്ങൾ മൊബൈലിൽ ചോദിച്ച് വെച്ചാൽ ഇവിടെ നടന്ന സംഭവങ്ങൾ ഞാനത് അവതരിപ്പിച്ച് പറയുകയും ചെയ്തു. പിന്നീട് വൈകിട്ടായിരുന്നപ്പോഴാണ് ഞാനിത് ഒരു ചാനലിന് വേണ്ടി കൊടുത്താണെന്ന് അറിയണത്. അവരുടെ അത് നമ്മൾ പറഞ്ഞതിലൊന്നും അവർ ഒന്നും മാറ്റം വരുത്തിയിട്ടില്ല, എല്ലാം കറക്റ്റാണ്. ഈ നമ്മളിവിടെ നടന്ന കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിരുന്നത്, വേറെ ഒന്നും കുഴപ്പമില്ല. ഇത് 2ാമത്തെ തവണ ആയി കഴിഞ്ഞപ്പം ആദ്യം ഒരു തവണ ഉണ്ടായി, കുട്ടി അത് അക്സെപ്റ്റ് ചെയ്ത് വന്നു. പിന്നെ 2ാമത്തെ തവണ, അതും ഞായറാഴ്ച 2ാമത്തെ കുർബാനയ്ക്ക് ആയപ്പോൾ ഈ ഒരു വൈദികരുടെയും മതാധ്യാപകരുടെയും ഭാഗത്തുനിന്ന് എന്ത് പ്രതികരണമാണ് വന്നത്? അവരുടെ നല്ലൊരു പ്രതികരണം. അച്ഛനാണെങ്കിലും ഒരു അത്ഭുതം നല്ലൊരു ഇതായതുകൊണ്ടാണ് ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി, ദൈവത്തിന്റെ അനുഗ്രഹമുള്ള ഒരു കുട്ടിയാണ്, അതുകൊണ്ടായിരിക്കും എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പിന്നെ ബാക്കി നമ്മളെ അതിരൂപതയിൽ നിന്ന് ഇത് കൊണ്ടുപോയി ശാസ്ത്രീയമായ രീതിയിലുള്ള ഇതൊക്കെ നോക്കിയിട്ട് നമുക്ക് അറിയിപ്പ് തരാമെന്ന് പറയാം. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈ 3ാമതൊരു സംഭവം നമ്മൾ പെട്ടെന്നാണ് വന്നത്. അപ്പോഴാണ് എല്ലാവരും കൂടുതലും പുറത്ത് അറിയിക്കാം എന്നുള്ളൊരിത് വന്നുള്ളത്.
ഇത് ഇടവക ജനങ്ങളെല്ലാം അറിഞ്ഞു. അതിനുശേഷം ആ കുട്ടിയോടുള്ള മറ്റുള്ളവരുടെ പെരുമാറ്റം എങ്ങനെയായിരുന്നു? നമ്മുടെ ഇവിടെയുള്ള നമ്മുടെ അറിയാവുന്നവർക്ക് നമ്മുടെ സാധാരണ ഒരു കുട്ടിയോട് പെരുമാറുന്നു. പക്ഷെ പുറത്തുനിന്ന് കുറേ പ്രാർത്ഥനയിൽ കൂടുതൽ ഇതായിട്ട് നടക്കുന്ന കുറേ ചേച്ചിമാരൊക്കെ ഉണ്ട്. അവർക്കിത് കുട്ടിയാണ്, അതൊരു മനുഷ്യ കുട്ടിയാണെന്നുള്ളതല്ലാതെ അവർക്ക് തൊട്ടുമുത്താനുള്ള അവസരം അങ്ങനെയുള്ളതൊക്കെ ചോദിച്ചാൽ വരുന്നത്. ഇതിപ്പോൾ കുട്ടീനെ എവിടെ നിർത്തിയേക്കണം, അവിടെ ചെന്ന് കെട്ടിപ്പിടിക്കണം, ഉമ്മ വെക്കണം, അത് അവിടെ വെച്ച് തന്നെ നിർത്തിച്ച് തൊട്ടുമൊത്തലും നിർത്തിച്ച്. ഞാൻ അതിലൊരു കുട്ടിയാണിത്, ദൈവം അതിൻ്റെ അകത്തോട് ഇടപെടുകയെന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ അകത്ത്. അല്ലാതെ അവളൊരു സാധാരണ കുട്ടി, അവളൊരു സാധാരണ രീതിയിൽ ജീവിച്ചു പോരേണ്ട കുട്ടിയുമാണ്. ഒരു വിശുദ്ധ കുർബാന കയ്യിലേക്ക് വരുന്നു, അതുപോലെ അത് രക്തമായി മാറുന്നു. ഇതൊക്കെ കാണുമ്പം ആ കുട്ടി വീട്ടിൽ വന്നിട്ട് അവളുടെ അച്ഛനോടും അമ്മയോടുള്ള ഒരു പ്രതികരണം എന്തായിരുന്നു? കാരണം ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്, വിദേശത്ത് നടന്നു എന്ന് പറഞ്ഞ് അറിവുള്ള കാര്യങ്ങളാണ്. പക്ഷെ അത് കൺമുന്നിൽ സംഭവിച്ച ഒരു കുട്ടിയുടെ മാനസികാവസ്ഥ എങ്ങനെയായിരുന്നു? അവൾക്കും അത്ഭുതമാണ്. അവസാനമായിട്ട് ഇന്നലെയാണ് തിരുവോസ്തി തിരുഹൃദയത്തിന്റെ രൂപത്തിൽ രക്തരൂപത്തിൽ കണ്ടത്. ഈ ഒരു സമയത്ത് നിങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു? ഇവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. അതിപ്പോൾ ആദ്യം ഞാനിപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഒരു വാച്ചിങ് എന്ന് പറഞ്ഞ പോലെ എൻ്റെ ഇതെന്ന് വെച്ചാൽ കുട്ടികളിൽ എന്താണ് സംഭവിക്കുന്നില്ല. കാരണം ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനു മുമ്പത്തെ ഇതും നമ്മൾ അവിടെ ശ്രദ്ധിക്കുന്നുണ്ട്. കുട്ടിയുടെ അവളുടെ മൈൻഡ്, അവളെ ഏത് രീതിയിലാണ് ഇത് ചെയ്യുന്നത്, ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. പിന്നെ കുർബാന കൈക്കൊണ്ട് അവൾ മുട്ടുകുത്തി പ്രാർത്ഥന തുടങ്ങി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് അവിടെ പെട്ടെന്ന് ഇവളുടെ ഇത് മാറി അടുത്തുള്ള ഒരു ചേച്ചീനെ വിളിച്ച്. അപ്പോൾ ഞാൻ തൊട്ട് ഫ്രണ്ടിൽ തന്നെ റൈറ്റ് സൈഡിലുണ്ട്, എൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് അവൾ ഇരുന്നിരുന്നത്. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് കാണാമായിരുന്നു ഇവളുടെ ഇതാ. അപ്പോൾ തന്നെ ഞാൻ അവിടെ ചെന്നു. നാവിൽ നിന്ന് അത് ശരിക്കായിട്ട് നമുക്കത് കാണാനുള്ള ഒരു പ്രത്യേക നമുക്ക് ഫീലിംഗ് ആയിരുന്നു. റെഡ് കളറിൽ നല്ല ശരിക്കും ഒരു മാംസവും ഇതും കൂടി ഇരിക്കുന്ന രീതിയിലായിരുന്നു. രണ്ടാം തവണ വന്നിരുന്നപ്പോൾ ഇത് മാംസം ഇതിൽ നാവിൽ ഒട്ടിയിരുന്നിട്ട് നമ്മൾ പല്ലു കൊണ്ടെടുത്ത് പുറത്തേക്ക് തള്ളി വിട്ടേണ്ട ഒരു ഇതിലായിരുന്നു ഒട്ടിയിരുന്നത്. പക്ഷേ ഇതിപ്പോൾ മാംസത്തിൻ്റെ രൂപത്തിലായതുകൊണ്ട് അവർക്ക് നാവ് കൊണ്ട് പുറത്തേക്ക് എടുക്കുമ്പോൾ തന്നെ ആ പാത്രത്തിലേക്ക് തന്നെ ഓട്ടോമാറ്റിക്കലി താഴ്ത്തു വീണത്. ഒരു നല്ലൊരു ഹൃദയത്തിന്റെ ഒരു ഷേപ്പ് ഇതായിട്ട് നമുക്ക് നോക്കുമ്പോൾ ശ്രദ്ധിക്കുന്നു. ഒന്നാമത്തെ തവണ വന്നു, രണ്ടാമത്തെ തവണ വന്നു. അപ്പൊ മൂന്നാമത് ഒരു വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചായിരുന്നോ പള്ളിയിൽ വന്നിരുന്നത്? അല്ല, നമ്മൊരു ഓട്ടോമാറ്റിക്കലി നമ്മൾ ചിന്തിക്കുമല്ലോ ഇനി അടുത്തത് ഇനി നമ്മളിൽ എന്താണ് നമ്മൾ വരിക എന്നുള്ള ഇതുണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു ശ്രദ്ധയിലായിരുന്നു. ആദ്യത്തെ തവണ വന്നതിന് ശേഷം പിന്നെ ഇട ദിവസങ്ങളിൽ പള്ളിയിൽ വന്നിരുന്നു? ഇട ദിവസം അത് ഒരു ദിവസം വന്നിരുന്നു. കുർബാന കൈക്കൊള്ളാൻ വൈകിയാണ് എത്തിയത്. കാരണം അവിടെ നിന്ന് വീടിത്തിരി നടന്നു വരാനുണ്ട്, അത് കാരണം അവിടെ നടന്നാണ് വന്നത്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ കുർബാന ഇത് തുടങ്ങി. അതുകൊണ്ട് കുർബാന പൂർണ്ണമായും ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ട് അത് സ്വീകരിച്ചില്ലായിരുന്നു. വിശ്വാസികൾക്ക് വീണ്ടും വിശ്വാസമായി ദൈവം നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. 60 വർഷത്തിലേറെ പഴക്കമുള്ള ഈ ദേവാലയത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ തിരുവോസ്തി രക്തരൂപത്തിലേക്ക് മാറുന്നത്. അതിന് സാക്ഷിയാകുവാൻ ഈ ഇടവകയിലെ ജനങ്ങൾക്ക്, വിശ്വാസ സമൂഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. കൂടുതൽ പഠനങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും വേണ്ടി തിരുവോസ്തി രൂപതയിലേക്ക് അയച്ചിരിക്കുകയാണ്. നമ്മോടൊപ്പം ചേർന്നത് ആഗ്നയുടെ പിതാവാണ്.